ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. പലരും കുടുംബജീവിതം നയിക്കുന്നത് സന്തോഷം അനുഭവിക്കാതെയാണ്. ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ കുടുംബം തകരുന്നു. തകർന്നുപോയ കുടുംബങ്ങളിൽ വളരുന്ന സന്താനങ്ങളുടെ ജീവിതവും തകർച്ചയിലായിരിക്കും. സമൂഹത്തിൻ്റെ തകർച്ചയ്ക്ക് മുഖ്യ കാരണം കുടുംബജീവിതത്തിൻ്റെ തകർച്ചയാണ്. നഷ്ടങ്ങളിൽ നിന്ന് ലാഭമുണ്ടാക്കുവാൻ നമുക്ക് കഴിയും. ജീവിതത്തിലെ പൊരുത്തക്കേടുകളെ മൂലധനമാക്കുവാനും നമുക്ക് സാധിക്കും. അപ്പോൾ കുടുംബജീവിതം സന്തോഷപ്രദമാകും. കുറ്റവും കുറവും ഇല്ലാത്തവരില്ല. മരിച്ചവർ മാത്രമേ തെറ്റുകൾ പ്രവർത്തിക്കാതിരിക്കൂ. അല്പമായെങ്കിലും നന്മകൾ കണ്ട് പരസ്പരം അഭിനന്ദിക്കാമെങ്കിൽ കുടുംബജീവിതം സന്തോഷപ്രദമാകും. ഒരു സ്ത്രീ മനഃശാസ്ത്രജ്ഞനോട് ഭർത്താവിൻ്റെ അവഗണനാഭാവം, സ്നേഹശൂന്യത തുടങ്ങിയ അനവധി കുറവുകൾ ഓരോന്നായി പറയുകയായിരുന്നു. പ്രശംസിക്കത്തക്ക യാതൊരു ഗുണവും ഭർത്താവിനില്ലേ എന്ന് മനഃശാസ്ത്രജ്ഞൻ ചോദിച്ചപ്പോൾ അവർ കോപാകുലയായി. അദ്ദേഹം സ്ത്രീയോട് ഭർത്താവിലുള്ള നല്ല ഗുണങ്ങൾ കണ്ടുപിടിച്ച് അഭിനന്ദിക്കാമെങ്കിൽ പ്രശ്നങ്ങൾ തീരുമെന്ന് ഉപദേശിച്ചു. അവൾ മടങ്ങിപ്പോയി. അപ്രകാരം പ്രവർത്തിച്ചപ്പോൾ പ്രശ്നങ്ങൾ അവസാനിച്ചു. സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിലേറെ അവസരങ്ങളിൽ പ്രേമബന്ധത്തിൽ ഏർപ്പെട്ടവരായിരിക്കും. പക്ഷേ അതെല്ലാം ഒരാളോട് മാത്രമുള്ള സ്നേഹബന്ധമായിരിക്കും. പല അവസരങ്ങളിൽ പരസ്പരം ക്ഷമ പറഞ്ഞും അഭിനന്ദിച്ചും സ്നേഹബന്ധം പുതുക്കുന്നവരാണിവർ. എപ്പോഴും അവർ പുതുമ അനുഭവിക്കുന്നു. സന്തുഷ്ട കുടുംബം ഭൂമിയിലെ സ്വർഗമാണ്. പുതുക്കുന്ന സ്നേഹം കുടുംബജീവിതത്തെ ഭദ്രമാക്കുന്നു. സങ്കീർത്തനങ്ങൾ 128:3. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.